കാൽക്കുലസിൽ രണ്ട് പ്രധാന ബ്രാഞ്ചുകളാണുള്ളത്. ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇന്റഗ്രൽ കാൽക്കുലസും. ഈ രണ്ട് ബ്രാഞ്ചുകളും ഓരോ അടിസ്ഥാന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യം ഉണ്ടായത് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്, പിന്നീട് ഡിഫറൻഷ്യൽ കാൽക്കുലസും. പിൽക്കാലത്ത് ഇവ രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുള്ള തിരിച്ചറിയലൂടെയാണ് കാൽക്കുലസ് എന്നുള്ള ശാഖയായി മാറിയത്. ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ ബേസിക് പ്രോബ്ലം ടാൻജന്റ് പ്രോബ്ലം എന്നറിയപ്പെടുന്നു. ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ബേസിക് പ്രോബ്ലം ഏരിയ പ്രോബ്ലവും. നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ ബേസിക് പ്രോബ്ലം, അതായത് ടാൻജന്റ് പ്രോബ്ലം ആണ്. എന്താണ് ആ പ്രോബ്ലം എന്ന് നോക്കാം. What is the slope of the tangent to the curve y is equal to f of x at a given point? ഇത്രയുള്ള പ്രോബ്ലം. y is equal to f of x എന്നൊരു കർവ്, അതിലൊരു പോയിന്റില് ടാൻജന്റിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്, ചിത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. y is equal to f of x എന്ന കർവ് തന്നിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ആണ് എയിലെ ടാൻജന്റ് ആണ് ഈ ബ്ലൂ ലൈൻ. ഇതിന്റെ സ്ലോപ്പ് കാണും. നമ്മളത് ചെയ്യുന്നത് ഈ കർവിൽ മറ്റൊരു പോയിന്റ് സി എടുക്കുന്നു, എക്ക് അടുത്തുള്ള മറ്റൊരു പോയിന്റ് സി. എ സി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ സ്ട്രെയിറ്റ് ലൈൻ y is equal to f of x എന്ന് പറയുന്ന കർവിന്റെ ഒരു കോഡായിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം. രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ സ്ലോപ്പ് കാണാൻ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന ഫോർമുല നാം പഠിച്ചിട്ടുണ്ട്. അതവിടെ ചിത്രത്തിലൂടെ കാണിച്ചതാണ്. റൈറ്റ് ട്രയാങ്കിൾ അതാണ് കാണിക്കുന്നത്. ഈ ഹൈറ്റ് y2 മൈനസ് y1, y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ആണ് ഇത്. y2 മൈനസ് y1, അതിനെ ഡെൽറ്റ y എന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഡിസ്റ്റൻസ് x2 മൈനസ് x1, x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആണ്, അതിനെ ഡെൽറ്റ x എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ കോഡ് ഈസ് ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ x, where ഡെൽറ്റ y ഈസ് y2 മൈനസ് y1 and ഡെൽറ്റ x ഈസ് x2 മൈനസ് x1. നമുക്ക് ഇനി കോഡിനെ ടാൻജന്റ് ആക്കി മാറ്റണം. അതിനെന്താണ് മാർഗം? എയിലാണ് നമുക്ക് ടാൻജന്റ് വേണ്ടത്. അതുകൊണ്ട് സി എന്ന പോയിന്റിനെ ഈ കർവിലൂടെ സ്ലൈഡ് ചെയ്തിട്ട് എയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം നമുക്ക്. ആ പ്രോസസ് നമ്മൾ തുടങ്ങുക, സ്ലൈഡ് ചെയ്യിക്കാൻ തുടങ്ങുകയാണ്, സി മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ കോഡിന്റെ മൊത്തം കിടപ്പ്, മൊത്തം സ്ലോപ്പ് ഒക്കെ മാറുന്നുണ്ട്. അത് മാറി 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 ടാൻജന്റിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്ലോപ്പിൽ എന്താന്ന് സംഭവിക്കും നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന എ സി എന്ന് പറയുന്ന കോഡിന്റെ സ്ലോപ്പ് 0.39 ആണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് -0.5 ആണ്. അപ്പൊ കോഡിന്റെ സ്ലോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സി എയോട് അടുക്കും തോറും എ സി എന്ന് പറയുന്ന കോഡ് എയിലുള്ള ടാൻജന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സി എത്രമാത്രം നമ്മൾ എയോട് അടുപ്പിക്കുന്നോ എ സി എന്ന കോഡും എയിലെ ടാൻജന്റും അത്രമാത്രം അടുത്ത് നിൽക്കും. ഈ പ്രോസസ് നമ്മൾ എത്ര തുറന്നാൽ അടുപ്പിച്ച് കൊണ്ടുവരാം. ആ കോഡ് എത്രയാണോ നമ്മൾ അടുപ്പിക്കുന്നത് അതിനനുസരിച്ച് കോഡ് ടാൻജന്റിനോട് നടക്കും. അപ്പം വളരെ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ നോക്കൂ, എ സിയുടെ സ്ട്രോപ്പ് -0.34 ആണ്, ടാൻജന്റ് സ്ട്രോപ്പ് -0.5 ആണ്. വീണ്ടും എടുക്കുമ്പോൾ 0.4ഉം 0.5 ആയി. 0.47 -0.47 -0.5 മൈനസ് അവസാനം ആ ലിമിറ്റിംഗ് കേസില് -0.5 ആകുകയാണ്. എന്ന് പറഞ്ഞാൽ കോഡിന്റെ സ്ലോപ്പ് ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് ആണല്ലോ. അപ്പൊ ഇതിനെ ടാൻജന്റ് ആക്കുമ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ലെങ്തിനെ 0ലേക്ക് അടുപ്പിക്കുകയാണ്. ഡെൽറ്റ എക്സ് 0ലേക്ക് അടുത്തടുത്ത് വരികയാണ്. അപ്പൊ ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് പറയുന്ന റേഷ്യോയില് ഡെൽറ്റ എക്സിനെ 0ലേക്ക് അടുപ്പിച്ചാൽ ആ റേഷ്യോ ടാൻജന്റിന്റെ സ്ലോപ്പായി മാറും. അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് ആണ് ടാൻജന്റിന്റെ സ്ലോപ്പ്.
പക്ഷെ ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അത് നമ്മൾ മറ്റൊരു പേരാ വിളിച്ചത് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എഫ് പ്രൈം ഓഫ് എക്സ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ഒരു കർവില് ഒരു പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ്. ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് സി എന്ന പോയിന്റ് എയുടെ വലതുഭാഗത്തെടുത്താണ്. എയുടെ ഇടതുഭാഗത്തെടുത്താൽ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡെറിവേറ്റീവ് എന്നതിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം let x naught y naught be a point on the curve y is equal to f of x, then the slope of the tangent to that curve at x naught y naught is dy by dx at x naught y naught or f prime of x naught. y is equal to f of x എന്ന് പറയുന്ന കർവിലെ ഒരു പോയിന്റ് ആണ് x naught y naught. ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ഡെറിവേറ്റീവ് at x naught y naught അത് നമുക്ക് dy by dx at x naught y naught എന്ന് പറയാം, അല്ലെങ്കിൽ f prime of x naught എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകൾ കൂടെ ഉണ്ട്. ഒന്ന് നോർമൽ എന്ന ആശയമാണ്. ഒരു കർവില് ഒരു പോയിന്റിലെ നോർമൽ എന്ന് പറയുന്നത് ആ പോയിന്റിലെ ടാൻജന്റിന് അവിടെ വരയ്ക്കുന്ന പോയിന്റ് ഓഫ് ടാൻജൻസി കൂടി വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ്. നോർമൽ ഈസ് ദ പെർപെൻഡിക്കുലർ ലൈൻ to the tangent at the point of tangency. A straight line perpendicular to the tangent at the point of tangency is called normal. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ടാൻജൻസിയിലായിരിക്കും. അപ്പൊ നോർമൽ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് തമ്മിൽ റിലേഷൻ ഉണ്ടാവും. ടാൻജന്റിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -1/m ആയിരിക്കണം. കാരണം പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടണം. So if the slope of the tangent is m, then the slope of the normal is -1/m. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട റീകോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷന്റെ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ലോപ്പ് തന്നിട്ടുള്ള പോയിന്റ് സ്ലോപ്പ് ഫോം ഇക്വേഷൻ ഓഫ് എ ലൈൻ. If a line is passing through the point x naught y naught and of slope m, then the equation is y minus y naught is equal to m into x minus x naught. നമ്മൾ മുമ്പ് പഠിച്ചാണ്, പക്ഷെ ഇവിടെ നമുക്ക് പല സ്ഥലത്തും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിന് പാരലായ ലൈൻ അതിന്റെ സ്ലോപ്പ് 0 ആണ്. വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ സ്ലോപ്പ് അൺഡിഫൈൻഡ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ടാൻജൻസും നോർമൽസും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഇതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് y is equal to x cube minus 4x at x is equal to 2. ഒരു പ്രയാസവുമില്ല, നമ്മളിപ്പോ മനസ്സിലായി കഴിഞ്ഞു. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടിയാൽ നോർമലിന്റെ സ്ലോപ്പ് കിട്ടാനും പ്രയാസമല്ല. അപ്പൊ നമുക്ക് ആദ്യം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണാം. അതിനു വേണ്ടി dy by dx കാണാം. y is equal to x cube minus 4x ആണ്. അപ്പൊ dy by dx 3x square minus 4. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്തായിരിക്കും? x2 ആകുമ്പോഴുള്ള ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് m tan. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിനെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചാണ് m tan is equal to dy by dx at x is equal to 2. അതായത് ഡെറിവേറ്റീവില് എക്സിന് പകരം ഈ വാല്യൂ കൊടുക്കുക. അപ്പൊ 3 into 2 square minus 4, that is 3 into 4, 12 minus 4 is equal to 8. So the slope of the tangent is 8. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ നോർമൽ പിന്നെ ഒരു പ്രയാസമില്ലല്ലോ, എന്തായിരിക്കും? -1/h. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. Find the slope of the tangent and normal to the curve x is equal to a cos cube theta, y is equal to a sin cube theta at theta is equal to pi/4. എന്താ ഇവിടെ ഒരു മാറ്റം? ഇവിടെ കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത് പാരാമെട്രിക് ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ നടത്തി വേണം dy by dx കണ്ടുപിടിക്കാൻ. x is equal to a cos cube theta, dx by d theta കാണണം. That is the derivative of x with respect to theta.
എന്തായിരിക്കും എ കോസ് ക്യൂബ് തീറ്റന്റെ ഡെറിവേറ്റീവ്? എ ഇൻറ്റു കോസ് ക്യൂബ് തീറ്റന്റെ ഡെറിവേറ്റീവ് 3 cos square theta into derivative of cos theta, that is minus sin theta. A into 3 cos square theta into minus sin theta, അല്ലെങ്കിൽ minus 3a cos square theta sin theta. അതുപോലെ y is equal to a sin cube theta. എന്തായിരിക്കും dy by d theta? a into sin cube theta ന്റെ ഡെറിവേറ്റീവ് 3 sin square theta into derivative of sin theta cos theta, that is 3a sin square theta cos theta. അപ്പൊ dy by d theta കണ്ടു, dx by d theta കണ്ടു. ഇനി dy by dx എങ്ങനെ കാണാം? dy by d theta divided by dx by d theta. എന്താ dy by d theta? 3a sin square theta cos theta divided by dx by d theta minus 3a cos square theta sin theta. 3 cancel out, a cancel out, ഒരു sin cancel out, ഒരു cos cancel out. The answer is minus tan theta. That is dy by dx, the derivative is equal to minus tan theta. നമുക്ക് എന്താണ് കാണേണ്ടത്? Slope of the tangent when theta is equal to pi by 4. അപ്പോൾ dy by dx ൽ തീറ്റയ്ക്ക് pi by 4 കൊടുക്കുകയും വേണ്ടു. അപ്പൊ എന്താ കിട്ടുക? dy by dx മൈനസ് ടാൻ തീറ്റയാണ്. പൈ ബൈ 4 കൊടുത്താൽ മൈനസ് ടാൻ പൈ ബൈ 4, ദാറ്റ് ഈസ് മൈനസ് 1. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് മൈനസ് 1. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഈസ് 1. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ് x square plus y square is equal to 25 at the point minus 3, 4. ഇവിടെ കർവിന്റെ ഇക്വേഷൻ ഇംപ്ലിസിറ്റ് ഫോമിലാണ്. But differentiation, implicit differentiation. So x square plus y square is equal to 25. Differentiating both sides with respect to x. Derivative of x square 2x. Derivative of y square with respect to x. That is 2y into dy by dx is equal to 0. 2x plus 2y into dy by dx is equal to 0. So 2y into dy by dx is equal to minus 2x. And dy by dx is equal to minus 2x divided by minus 2y or minus of x by y. ഇതാണ് ഡെറിവേറ്റീവ്. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷനിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് മൈനസ് 3, 4 ആണ്. അപ്പൊ ഡെറിവേറ്റീവ് അറ്റ് മൈനസ് 3, 4. dy by dx അറ്റ് മൈനസ് 3, 4. dy by dx ല് എക്സിന് മൈനസ് 3 കൊടുക്കണം, വൈക്ക് 4 കൊടുക്കണം. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 3 by 4 ആവും. That is 3 by 4. So the slope of the tangent is 3 by 4. How the slope of the normal minus 4 by 3. ഇനി മറ്റൊരു പ്രശ്നം. Find the points on the curve y is equal to x cube minus 1 at which the tangent has slope 3. ഈ കർവില് y is equal to x cube minus 1 എന്ന് പറയുന്ന കർവില് ഏത് പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് 3 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഏത് പോയിന്റിലാണ് ഡെറിവേറ്റീവ് 3 ആവുന്നത്? dy by dx 3 ആവുന്ന പോയിന്റ് ഏതാന്ന് കണ്ടുപിടിക്കാം. അത്രയാണ് പ്രോബ്ലം. സോ y is equal to x cube minus 1. അപ്പൊ dy by dx 3x square ആണ്. ഈ dy by dx 3 ആവണം എന്ന് പറഞ്ഞാൽ 3x square is equal to 3. That is x is equal to x square is equal to 1. അപ്പൊ x എന്തൊക്കെയാവാം? പ്ലസ് 1 ആവാം, മൈനസ് 1 ആവാം. 3x square 3 ആവുമ്പോ x square 1 ആണ്. സോ x is പ്ലസ് 1 and മൈനസ് 1. x പ്ലസ് 1 ആണെങ്കിൽ y എന്താ? y is equal to x cube minus 1 ആണ്. അപ്പൊ x 1 ആണെങ്കിൽ y is equal to 1 cube minus 1. That is 0. x മൈനസ് 1 ആണെങ്കിലോ minus 1 whole cube minus 1. The minus 1 in the cube minus 1. Minus 1 minus 1, that is minus 2. അപ്പൊ x 1 ആവുമ്പോൾ y 0 ആണ്. x minus 1 ആവുമ്പോൾ y minus 2 ആണ്. ഇപ്പൊ ഡെറിവേറ്റീവ് 3 ആവുന്ന പോയിന്റിൽ x 1ഉം y 0ഉം അല്ലെങ്കിൽ x minus 1ഉം y minus 2ഉം. അപ്പൊ നമ്മളെ പോയിന്റ്സ് 1, 0 and minus 1, 2. Find the point on the curve
y is equal to x minus 2 whole square, at which the tangent is parallel to the chord joining 2, 0 and 4, 4. ടാൻജന്റും കോഡും പാരലൽ ആവണം. രണ്ട് ലൈൻസ് എപ്പോഴാ പാരലൽ ആവുക? അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആവണം. അപ്പൊ ടാൻജന്റും കോഡും പാരലൽ ആന്ന് പറഞ്ഞാൽ ടാൻജന്റിന്റെ സ്ലോപ്പും കോഡിന്റെ സ്ലോപ്പും ഈക്വൽ ആവണം. എന്തെങ്ങനെയാ ടാൻജന്റിന്റെ സ്ലോപ്പ് കാണുക? ഡെറിവേറ്റീവ് dy by dx ആണ്. കോഡിന്റെ സ്ലോപ്പ് എങ്ങനെ കാണാം? രണ്ട് പോയിന്റ് തന്നതുകൊണ്ട് y2 minus y1 divided by x2 minus x1. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കണം. y is equal to x minus 2 whole square. So dy by dx is equal to 2 into x minus 2. അതാണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ്. ഇനി കോഡിന്റെ സ്ലോപ്പ് y2 minus y1 divided by x2 minus x1. 4 minus 0 divided by 4 minus 2. Simplify that 2. അപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ dy by dx 2 into x minus 2 ആണ്. കോഡിന്റെ സ്ലോപ്പ് 2 ആണ്. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് സ്ലോപ്പുകളും ഈക്വൽ ആവണം. അപ്പൊ 2 into x minus 2 is equal to 2. That is x minus 2 is equal to 1, x is equal to 3. അപ്പൊ ഇത് രണ്ടും പാരലൽ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 3 ആണ്, അല്ലെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അപ്പോഴുള്ള y കോർഡിനേറ്റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഇക്വേഷനിൽ. y is equal to 3 minus 2 whole square, that is equal to 1. x കോർഡിനേറ്റ് is 3, y കോർഡിനേറ്റ് is 4. അപ്പൊ 3, 1 എന്ന പോയിന്റിലാണ് ഈ ടാൻജന്റും തന്നിരിക്കുന്ന കോഡും പാരലായി മാറുന്നത്. Find the point on the curve y is equal to x cube plus 2, at which the normal is parallel to the line x plus 12y plus 4 is equal to 0. നോർമലും ഈ ലൈനും പാരലാണ് എന്ന് പറഞ്ഞാൽ നോർമലിന്റെ സ്ലോപ്പും ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കണം. എങ്ങനെയാണ് നോർമലിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? ആദ്യം ടാൻജന്റിന്റെ സ്ലോപ്പ് കാണണം, അത് dy by dx ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നോർമലിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ലൈനിന്റെ സ്ലോപ്പോ ax plus by plus c equals 0. ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് എ ബൈ ബി. അപ്പൊ നോർമലി ലൈനും സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട്, പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് സ്ലോപ്പുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ കർവിന്റെ ഇക്വേഷൻ y is equal to x cube plus 2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx 3x square കിട്ടും. അതാണ് ടാൻജന്റിന്റെ സ്ലോപ്പ്. അപ്പൊ നോർമലിന്റെ സ്ലോപ്പോ മൈനസ് 1 by 3x square. ടാൻജന്റിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ നോർമലിന്റെ മൈനസ് 1 by m. സോ സ്ലോപ്പ് ഓഫ് ദ നോർമൽ is മൈനസ് 1 by 3x square. ഇനി സ്ലോപ്പ് ഓഫ് ദ ലൈൻ x plus 12y plus 4 is equal to 0. മൈനസ് a by b. minus 1 divided by 12. So the slope of the normal is minus 1 by 3x square. Slope of the line is minus 1 by 12. Parallel ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. So minus 1 by 3x square is equal to minus 1 by 12. Cross multiply ഇത് സോൾവ് ചെയ്താൽ 3x square is equal to 12 കിട്ടും, x square is equal to 4 കിട്ടും, x is equal to 2 or minus 2. അപ്പോൾ ഈ നോർമലും ഈ ലൈനും പാരലൽ ആവുന്ന പോയിന്റിൽ x കോർഡിനേറ്റ് 2 ആവാം അല്ലെങ്കിൽ മൈനസ് 2 ആവാം. ഇനി കറസ്പോണ്ടിങ് y കോർഡിനേറ്റ് x 2 ആവുമ്പോൾ y is equal to 2 cube plus 2 8 plus 2 10. x minus 2 ആവുമ്പോൾ y is equal to minus 2 cube minus 8 plus 2 minus 6. അപ്പൊ x 2 y 10, x minus 2 y minus 6. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് 2 10ഉം മൈനസ് 2 മൈനസ് 6ഉം. ഇനി ക്വസ്റ്റ്യൻ മാറുന്നു. Find the equation of the tangent to the curve y is equal to 2x square minus 2x minus 1 at the point 1 minus 2. നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ കാണണം. ഇതുവരെ നമ്മൾ സ്ലോപ്പേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇക്വേഷൻ കാണണം. എങ്ങനെ കാണാം ഒരു ലൈനിന്റെ ഇക്വേഷൻ? ലൈനിൽ ഒരു പോയിന്റും അതിന്റെ സ്ലോപ്പും കിട്ടിയാൽ മതി. പോയിന്റ് ഇവിടെ ഉണ്ട് 1 minus 2. ഇനി സ്ലോപ്പ് അറിഞ്ഞാൽ മതി. സ്ലോപ്പ് കാണാനുള്ള മാർഗം നാം പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ആണ് സ്ലോപ്പ്. ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പായി.
പോയിന്റ് തന്നതുകൊണ്ട് ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ കാണാം. നോക്കാം. y is equal to 2x square minus 2x minus 1 dy by dx 4x minus 2. അപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് പോയിന്റ് 1 x 1 y മൈനസ് 2 ആവുമ്പോഴുള്ള ഡെറിവേറ്റീവ് അറ്റ് 1 മൈനസ് 2. അപ്പൊ ഡെറിവേറ്റീവിൽ എക്സിന് 1 കൊടുക്കണം, വൈക്ക് മൈനസ് 2 കൊടുക്കണം. 4x മൈനസ് 2 ആണ്. അപ്പൊ എക്സിന് മാത്രം കൊടുത്താൽ മതി. 4 into 1 minus 2, that is 2. Slope of the tangent is 2. Any equation, the equation y minus y naught is equal to m into x minus x naught. എന്താ ഇവിടെ x naught y naught എന്ന് പറഞ്ഞാൽ തന്ന പോയിന്റ് 1 minus 2 ആണ്. അപ്പൊ എന്തായി മാറും? y minus y naught, y minus minus 2, that is y plus 2 is equal to m, slope of the tangent 2, into x minus x naught, x minus x naught 1, x minus 1, y plus 2 is equal to 2 into x minus 1. Simplify the like 2x minus y minus 4 is equal to 0. So the equation of the tangent to the curve y is equal to 2x square minus 2x minus 1 at the point 1 minus 2 is 2x minus y minus 4 is equal to 0. Find the equation of the normal to the curve y is equal to x raised to 4 minus 3x square plus 1 at the point 2, 5. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ട പോലെ തന്നെ ഇവിടെയും ചെയ്യാം. പക്ഷെ സ്ലോപ്പ് എടുക്കുന്നത് നോർമലിന്റെ സ്ലോപ്പ് ആയിരിക്കണം എന്ന് മാത്രം. y is equal to x raised to 4 minus 3x square plus 1 ആണ്. അപ്പൊ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 4x cube minus 6x. ഇതാണ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇനി ടാൻജന്റിന്റെ സ്ലോപ്പ് ഡെറിവേറ്റീവ് അറ്റ് 2, 5. ഡെറിവേറ്റീവിനകത്ത് എക്സിന് 2 വൈക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 into 2 cube minus 6 into 2. 4 into 2 cube, 4 into 8, 32 minus 6 into 2, 12. What? 20 കിട്ടും. Slope of the tangent is 20. The slope of the normal minus 1 by 20. Any equation of the straight line? Y minus y naught is equal to m into m of normal ആണ്. m into x minus x naught. y naught 5 ആണ്, x naught 2 ആണ്. നോർമൽ സ്ലോപ്പ് minus 1 by 20. അപ്പോൾ y minus 5 is equal to minus 1 by 20 into x minus 2. സിംപ്ലിഫൈ ചെയ്താൽ 20 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാവരും സൈഡിലേക്ക് ആക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x plus 20y minus 102 is equal to 0. That is equation of the normal to the curve y is equal to x raised to 4 minus 3x square plus 1 at the point 2, 5 is x plus 20y minus 102 is equal to 0. ടാൻജന്റിന്റെ ഇക്വേഷൻ കാണാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. Find the equation of the tangent to the curve x is equal to cos t, y is equal to sin t at t is equal to pi by 4. പാരാമെട്രിക് ഫോമിലാണ് കർവ് തന്നിട്ടുള്ളത്. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ x is equal to cos t ആണ്. അപ്പൊ dx by dt minus sin t. y is equal to sin t ആണ്. അപ്പൊ dy by dt cos t. അപ്പൊ dy by dx എന്തായിരിക്കും? cos t by minus sin t അല്ലെങ്കിൽ മൈനസ് cot t. പാരാമെട്രിക് ഫോം ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇനി സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് when t is equal to pi by 4, that is dy by dx at t is equal to pi by 4 എന്ന് പറഞ്ഞാൽ മൈനസ് cot pi by 4, that is minus 1. അപ്പൊ നമ്മൾ കാണേണ്ട ടാൻജന്റിന്റെ സ്ലോപ്പ് minus 1 ആണ്. നേരത്തെ ചെയ്ത പോലെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് പോയിന്റ് ആണ്. ലൈനിന്റെ മുകളിലുള്ള അല്ലെ ടാൻജന്റിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് കിട്ടണം. ഇവിടെ തന്നിട്ടില്ല. പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കിവിടെ എക്സ് എന്താണെന്നറിയാം, കോസ് ടി ആണ്. വൈ എന്താണെന്നറിയാം, സൈൻ ടി ആണ്. അതുപോലെ ടി എത്രയാണെന്ന് അറിയാം, പൈ ബൈ 4 ആണ്. അപ്പൊ എക്സും വൈയും കണ്ടുപിടിക്കാമല്ലോ. ടി പൈ ബൈ 4 ആണ്, എക്സ് എന്തായിരിക്കും? കോസ് പൈ ബൈ 4, ദാറ്റ് ഈസ് 1 by √2. ടി പൈ ബൈ 4 ആകും, വൈ എന്തായിരിക്കും? ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 4, ദാറ്റ് ഈസ് 1 by √2. അപ്പൊ ടാൻജന്റിന്റെ നമ്മളെ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത് 1 by √2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ സ്ലോപ്പ് ആയി -1, പോയിന്റ് ആയി 1 by √2.
ഇനി ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. y minus y naught is equal to m into x minus x naught. That is y minus 1 by root 2 is equal to minus 1 into x minus 1 by root 2. That is എല്ലാ ഒരു ഭാഗത്തേക്കാക്കിയ എക്സും വൈ ഒരു ഭാഗത്തേക്കാക്കിയാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മറ്റേ സൈഡിൽ 1 by root 2 plus 1 by root 2 2 by root 2 or it is root 2 എന്ന് കിട്ടും. So the equation of the tangent is x plus y is equal to root 2. Last example. Find the equation of the tangent to the curve y is equal to x square minus 2x plus 2, which is parallel to the line 4x minus y plus 9 equal to 0. ഒരു വ്യത്യസ്തതയുള്ള പ്രോബ്ലം ആണ്. കർവിന്റെ ടാൻജന്റ്, കർവിന് പല പോയിന്റിലും ടാൻജന്റ് ഉണ്ട്. ആ ടാൻജന്റുകളിൽ 4x minus y plus 9 equals 0 എന്ന ലൈനിന് പാരലൽ ആവുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ഇത് പാരലൽ ആയതുകൊണ്ട് ടാൻജന്റിന്റെ സ്ലോപ്പും ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതേ ഉള്ളൂ, ഏത് പോയിന്റിലാണ് ഇത് ഈക്വൽ ആവുന്നത്. കർവിന്റെ മുകളിലുള്ള ഏത് പോയിന്റിലാണ് ടാൻജന്റിന്റെ സ്ലോപ്പ് ലൈനിന്റെ സ്ലോപ്പിന് ഈക്വൽ ആവുന്നത്. ഇപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്. അപ്പൊ ഏത് പോയിന്റിലാണ് dy by dx ലൈനിന്റെ സ്ലോപ്പ് ആവുന്നത് നോക്കാം നമുക്ക്. ലൈൻ കർവിന്റെ ഇക്വേഷൻ y is equal to x square minus 2x plus 2. അപ്പൊ dy by dx is equal to 2x minus 2. ഇനി ലൈനിന്റെ സ്ലോപ്പോ minus a by b minus 4 by minus 1, that is 4. അപ്പൊ ടാൻജന്റും ലൈനും പാരലൽ ആയതുകൊണ്ട് രണ്ടിന്റെയും സ്ലോപ്പ് അല്ലെ dy by dx ഉം 4ഉം ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ 2x minus 2 is equal to 4. That is 2x is equal to 6, x is equal to 3. അപ്പൊ ടാൻജന്റ് ലൈനിന് പാരലൽ ആവുന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് 3 ആണ്. ഇനി y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. കർവിന്റെ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. y is equal to 3 square minus 2 into 3 plus 2. 3 square 9, 2 into 3 6, 9 minus 6 3, 3 plus 2 5. അപ്പൊ x 3 ആവുമ്പോ y 2. അപ്പൊ ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആവുന്ന പോയിന്റ് 3 5 ആണ്. ഇനി 3 5ലുള്ള ടാൻജന്റ് ഇക്വേഷൻ, ടാൻജന്റ് സ്ലോപ്പ് നമുക്കറിയാം, ലൈനിന്റെ സ്ലോപ്പ് തന്നെയാണ്. സ്ലോപ്പ് 4 ആണ്, പോയിന്റ് 3 5 ആണ്. ഇക്വേഷൻ y minus y naught is equal to m into x minus x naught. അപ്പൊ y minus 5 is equal to 4 into x minus 3. സിംപ്ലിഫൈ ചെയ്താൽ 4x minus y minus 7 equals 0. ഇതാണ് ലൈനിന് പാരലലായ ടാൻജന്റ്. അപ്പം ഡെറിവേറ്റീവ് എന്ന ആശയം ഉപയോഗിച്ച് ടാൻജന്റിന്റെയും നോർമലിന്റെയും സ്ലോപ്പ് കാണുക, അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക തുടങ്ങിയ കുറെ എക്സാമ്പിൾസ് ആണ് ഈ ലെസണിൽ നാം ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.